ഒരുമാതിരി ആയിട്ടുണ്ട്. നിന്റെ മുടിയിലുള്ള സാധനം ബാക്കിലെ ഫ്ലാഗ് നല്ല മാച്ചിങ്. Good morning. It's breakfast from Afa Boutique in Hanoi. ഇതാണ് വിയറ്റ്നാമിലെ ഞങ്ങളുടെ ലാസ്റ്റ് വ്ലോഗ്. And we are off to Halong Bay. On the way, we also stopped at the Pearl Museum. Hello, Lee Road. Due to the biggest pearl farm shop in the Halong City here, and this lady, Miss Ngao, she will take care of you. She will provide you all information about the pearl and show you the process how to make the real pearl in the Halong City here. Yeah, so now you follow her. Okay, thank you. Yeah. Good morning, everyone. And we have two-step implementation. This is the first step and the second step. They are baby oyster. So it's still alive. So it can be sealed water about 24 hours. So first step, we chew strong oyster and open it. You can see the membrane. The membrane. We cut it from around the oyster. We cut the membrane small like this. We use antibacterial to keep fresh and alive. The second step, we chew out the oyster. We open the mouth of the oyster, but not too wide, and then she puts one piece of the membrane, then one core CORE will be put together in to get around prey. Because the membrane cover around the core, becoming the prey. After that, we put some into the pearl farm. After 2 years, they can collect the prey. Yes. This is Akoya pearl oyster. We grow 2 years, and now we open one to see if we have pearl or not. It hold on the pearl. We have 70% put the core inside by themselves. 20% produce the pearl. Only 10% give the perfect pearl. Yes. You can see the color pearl come from the color shell. Yes. It's not brown shape and have some blemish. It's an imperfect pearl. It have some blemish. So we divide it into. അപ്പോൾ പേൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. പിന്നെ അവിടെ ഒരു ഷോറൂം ഉണ്ടായിരുന്നു ജ്വല്ലറിയുടെ. ഞങ്ങൾ അതും കയറി കണ്ടു. ഹലോങ് ബേയിൽ നമ്മൾ ക്രൂസ് ഷിപ്പ് എടുക്കണം. അപ്പോൾ ക്രൂസ് ഷിപ്സ് ബുക്ക് ചെയ്യുന്നത് ഹനോയിൽ തന്നെ ഒരുപാട് ട്രാവൽ ഏജൻസീസ് ഉണ്ട്, അവർ ത്രൂ ആണ്. അപ്പോൾ ഇവിടെ അടുത്തടുത്ത് തന്നെ ഏജൻസീസ് ഉള്ളതുകൊണ്ട് നമ്മൾ നല്ലോണം ഇതിൻ്റെ ഒരു പ്രൈസൊക്കെ കമ്പയർ ചെയ്തിട്ട് വേണം ബുക്ക് ചെയ്യാൻ. ഡേ ടൈം ക്രൂസ് ടൂറും ഉണ്ട്, അതുപോലെ നൈറ്റ് സ്റ്റേ അവൈലബിൾ ആയിട്ടുള്ള ക്രൂസ് ടൂറും ഉണ്ട്. ഞങ്ങൾ ചൂസ് ചെയ്തത് ഡേ ക്രൂസ് ടൂറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതൊരു സ്വിമ്മിംഗ് പൂളുണ്ട്, ഭയങ്കര അൾട്രാ ലക്ഷറി ആണെന്നൊക്കെ പറയുമെങ്കിലും ഓൾമോസ്റ്റ് ഓൾ ദ ക്രൂസ് ഷിപ്സ് ഓവർ ദേ ലുക്ക് ദ സെയിം. എല്ലാവരും പോകുന്നതും ഒരേ ഡെസ്റ്റിനേഷനിലേക്കാണ്. ചിലത് മാത്രം ചില റൂട്ടുകളിലേക്ക് പോകും, പക്ഷേ ഓൾമോസ്റ്റ് ഓൾ ആക്ടിവിറ്റീസ് ആൻഡ് സൈറ്റ് സീയിങ് ഒക്കെ സെയിം തന്നെയാണ്. അപ്പോൾ ഈ ഏജൻസി വഴി ബുക്ക് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഗൈഡിനെ ഇവർ തരും. ദിസ് വാസ് ആ ഗൈഡ് ലീ. അപ്പോൾ ഞങ്ങൾ ലീ ഗ്രൂപ്പ് എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പാക്കേജിൽ നമുക്ക് ഈ ക്രൂസ് ഷിപ്പ് ടൂർ വിത്ത് എ ഗൈഡ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫ്രം ലൊക്കേഷൻ, പിന്നെ ലഞ്ച് ഉണ്ടാവും, ഈവനിങ് സ്നാക്സ്, ഡ്രിങ്ക്സ് ഒക്കെ അവൈലബിൾ ആണ്. കൂടാതെ കായക്കിംഗ് ആൻഡ് എ സൺസെറ്റ് ബൈ ദി സങ്സോട്ട് കേവ്സ്. ഉച്ചയായതുകൊണ്ട് തന്നെ ലഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഞാനും പ്രഭു അത്യാവശ്യം നല്ല ഫുഡീസാണ്. So we were excited to taste all of these. അത്യാവശ്യം ടേസ്റ്റി ആയിട്ടുള്ള ലഞ്ചായിരുന്നു, എക്സെപ്റ്റ് ദാറ്റ് സൂഷി ലൈക്ക് തിങ്. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. നൂഡിൽസ്, നഗ്ഗറ്റ്സ്, അത്യാവശ്യം ഫെമിലിയർ ടേസ്റ്റൊക്കെ തന്നെയായിരുന്നു എല്ലാത്തിനും. പിന്നെ എൻ്റെ ഫേവററ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് അവിടുത്തെ ഒരു ബണ്ണാണ്, ഡെസേർട്ട്. അതിനകത്ത് ചെറിയ കസ്റ്റേർഡ് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര യമ്മി ആയിട്ടൊരു സാധനം. അങ്ങനെ ലഞ്ച് കഴിഞ്ഞ് ഞങ്ങൾ ഷിപ്പിൻ്റെ മോൾവശത്തേക്ക് പോയി. അവിടെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കാനായിട്ട് കുറേ സ്ഥലം ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ചെറിയൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. പിന്നെ കുറച്ച് പേര് എന്നെപ്പോലെ ഇങ്ങനെ കിടന്നു. ഹലോങ് ബേ സംവാട്ട് സിമിലർ ടു തായ്ലൻഡ്, ഒരു മിനി തായ്ലൻഡ് പോലെ തോന്നി.
എക്സെപ്റ്റ് ഈ വാട്ടറിൻ്റെ കളർ. ഇവിടെ ഒരു എമറാൾഡ് കളറാണ് ഈ വെള്ളത്തിന്, പക്ഷേ എനിക്ക് തോന്നുന്നു തായ്ലൻഡിൽ ചിലപ്പോൾ ബ്ലൂയിഷ് ആയിരിക്കും. As we sailed through the bay on this luxurious cruise ship, we were struck by the sheer scale and majesty of the limestone formations. Rising dramatically out of the sea, these ancient giants have been shaped over millions of years by the relentless pounding of waves. ഇവിടുത്തെ ആ ഒരു ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ കായക്കിംഗ് ആണ്. ഒരു സ്പെസിഫിക് ലൊക്കേഷനിൽ നമുക്ക് സിംഗിളായിട്ടോ അല്ലെങ്കിൽ 2 പേരായിട്ടോ കായക്കിംഗ് ചെയ്യാം. ഇനി അതിന് പേടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു തുഴയാനായിട്ട് ഒരാളുണ്ടാവും, ഗ്രൂപ്പ്സായിട്ട് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. അപ്പോൾ എനിക്ക് നല്ല പേടിയായിരുന്നു. ഞാൻ ഒട്ടും വില്ലിങ് അല്ലായിരുന്നു കായക്കിംഗ് ചെയ്യാനായിട്ട്. കാരണം ഇത് കടലാണ്, ട്രാങ്ങാൻ പോലത്തെ സ്ഥലമല്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല പേടിയായിരുന്നു. കാരണം എൻ്റെ ഫസ്റ്റ് ടൈമാണ്, പ്രഭുവിൻ്റെ ഫസ്റ്റ് ടൈമാണ്. പക്ഷെ പ്രഭുവിന് ഇതൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, ധൈര്യമുണ്ട്. എനിക്ക് ഇതിനൊട്ടും ധൈര്യമില്ലായിരുന്നു. പക്ഷെ എന്നെ നിർബന്ധിച്ച് അവസാനം ഞാൻ സമ്മതിച്ചു. പിന്നെ ഞാനും വിചാരിച്ചു, ട്രാങ്ങാനിൽ നമ്മളെ ഒരാൾ ഇങ്ങനെ തുഴഞ്ഞ് കൊണ്ടുപോകല്ലായിരുന്നു, നമുക്ക് സ്വന്തമായിട്ട് കായക്കിംഗ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. ഇവിടെ ചെയ്യാം, താഴെ വീഴുമോ എന്നുള്ള പേടി മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ വീണാലും ഇഷ്ടംപോലെ ആൾക്കാരില്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് രക്ഷിക്കും. ഞാൻ വെള്ളത്തിൽ പോയാലും എൻ്റെ ഫോൺ പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ ബാഗിലാണല്ലോ ഫോൺ, അതുകൊണ്ട് ബാഗ് പോലും ഊരാതെയാണ് ഞാൻ ആ ജാക്കറ്റ് ഇട്ടത്. അതുകൊണ്ടാണ് ഞാനൊരു പ്രത്യേക ഷേപ്പിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ബാഗ് ഊരായിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ഈ ഇരിപ്പ് കണ്ടിട്ട്. പൂജയാണ് നമ്മൾ തുടങ്ങി പാടുന്നത്. ഒന്നുമില്ല, എൻ്റെ ബാലൻസ് പോയതാണ്. അങ്ങനെ കുറച്ചൊക്കെ തുഴഞ്ഞ് ചെറിയൊരു നാക്ക് കിട്ടുമ്പോഴേക്കും നമ്മുടെ പേടിയൊക്കെ ചെറുതായിട്ട് സൈഡായിട്ടുണ്ടായിരുന്നു. ഇത് കടല. പക്ഷെ എന്നാലും വലിയ ബോട്ടുകൾ, വലിയ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുമായിട്ട് അടുത്തേക്ക് വരുമ്പോൾ നമുക്ക് പേടിയാവും. കൈ കൊണ്ടല്ല, മറ്റേ കൊണ്ട് പറയാം, ഞാൻ വീഡിയോ എടുക്കുക. റൈറ്റില്ലേ? അത് തന്നെ. ലെഫ്റ്റിലെ ലെഫ്റ്റിലെ ഏറ്റവും പേടിയായത് ഈ കേവ്സിൻ്റെ അടിയിൽ കൂടെ വരുന്നതായിരുന്നു. ഫൈനലി ഷോറ് കണ്ടപ്പോൾ ഒരു സമാധാനമായി.
ബേയിൽ ഞങ്ങൾ എവിടെയായിരുന്നു, നമ്മൾ കയാക്കിങ്ങിന് പോയതാണ്. കയാക്കിങ്ങിന് പോയ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു? ലുവോൺ കേവ്സ് ആണെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ കയാക്കിങ് കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിരിക്കുന്നു. ഞാനും നല്ല നല്ല അടിപൊളി സ്ഥലം. ഈ മലയൊക്കെ Sunset Caves. In Vietnam, we call the Hangmis Cave. Security is amazing. Yes. If you want to know why we go amazing cave, now you follow me to get inside the cave. Okay. See, watching mark. Circumflex acute accent. Okay. Diacritic in Vietnam. ഹലോങ് ബേയിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് ലൈംസ്റ്റോൺ കേവ്സ് ആണ് ഈ സൺസോട്ട് കേവ്സ്. ഇതൊക്കെ നാച്ചുറലി ഉണ്ടായേക്കുന്ന ലൈംസ്റ്റോൺ ഫോർമേഷൻസ് ആണ്. അത്യാവശ്യം ഒരു ലാർജ് ഏരിയ തന്നെ കവേർഡാണ് ഈ ഫോർമേഷൻസ് കൊണ്ട്. കൂടാതെ നമുക്ക് ചില സ്പോട്ട്സിൽ പുതിയതായിട്ട് ഇതുപോലെ താഴേക്ക് ഡ്രിപ്പ് ചെയ്തുണ്ടാവുന്ന ഫോർമേഷൻസ്, ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫോർമേഷൻസും കാണാൻ പറ്റും.
പതുക്കെ പതുക്കെ കൊണ്ടുവരും. എന്തോ അങ്ങനെ വി ആർ കമ്മിങ് ടു ദി എൻഡ് ഓഫ് ദിസ് ക്രൂസ് ടൂർ. ഇനി ലാസ്റ്റ് നമുക്കുള്ളത് ഒരു ബീച്ച് സൈഡിൽ ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ളതാണ്. അവിടെ ഒന്നെങ്കിൽ നമുക്ക് വാട്ടറിൽ ഇറങ്ങാം, ഇല്ലെങ്കിൽ മുകളിലേക്ക് ട്രെക്കിംഗ് ഉണ്ട് സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. ചെയ്തപ്പോൾ അതുണ്ടായിരുന്നു. പിന്നെ അവിടെ കുറേ കുഞ്ഞു മീൻ അപ്പോൾ ഹലോങ് ബേക്ക് ബൈ ബൈ പറഞ്ഞ് ഞങ്ങളത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈവനിങ് ആയപ്പോഴേക്കും സിറ്റി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതായിരുന്നു വിയറ്റ്നാമിലെ ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. അങ്ങനെ വിയറ്റ്നാമിലെ അടിപൊളി മെമ്മറീസായിട്ട് നാളെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിക്കും. ബൈ.